നിയമപോരാട്ടം തുടരുമെന്നാണ്, തൽക്കാലം രാജിയില്ല എന്നുമാണ്. മന്ത്രി പ്രതിയല്ലേ, പ്രതി ഒരിക്കലും കുറ്റം സമ്മതിക്കില്ലല്ലോ, സ്വാഭാവികമല്ലേ. ഇതിൽ എന്തിനാണ് ഒരു വിദഗ്ധ പരിശോധനന്റെ ആവശ്യമില്ല. സജി ചെറിയാന്റെ പ്രസംഗം സജി ചെറിയാൻ ഇനിയും തള്ളി പറഞ്ഞിട്ടില്ല. ആ പ്രസംഗത്തിന്റെ ടെക്സ്റ്റ് ലോകം മുഴുവനും കണ്ടതാണ്, കേട്ടതാണ്. അതിൽ പറയുന്ന ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭരണഘടന ചൂഷണക്കാരുടെയും കൊള്ളക്കാരുടെയും കൊടച്ചക്രം എന്നും പറഞ്ഞ് നിന്ദിക്കുകയും പുച്ഛിക്കുകയും ചെയ്തതാണ്. അത് നമ്മുടെ നിയമം അനുസരിച്ച് ഒരു ശിക്ഷാർഹമായ കുറ്റമാണ്. ആ കേസ് അന്വേഷിച്ച ആദ്യത്തെ ഏജൻസി ആ കേസ് അട്ടിമറിക്കുകയാണ് ചെയ്തത്. ആ കേസിൽ ഏറ്റവും പരമപ്രധാനമായി ചെയ്യേണ്ടത് സജി ചെറിയാന്റെ ശബ്ദ പരിശോധനയാണ്. അത് നടത്തിയിട്ടില്ല. ഈ പ്രസംഗം റിപ്പോർട്ട് ചെയ്ത ആരുടെയും മൊഴി റെക്കോർഡാക്കിയിട്ടില്ല. ആ പ്രസംഗം കേട്ടു എന്ന് പറയുന്ന കുറച്ച് പാർട്ടിക്കാരുടെ മൊഴി അവര് മനസ്സിലാക്കിയ രീതി പറഞ്ഞിട്ടാണ് കേസ് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് ഈ കേസ് രണ്ടാമത് അന്വേഷിക്കുമ്പോൾ കേരള പോലീസിന് ഒരു സ്വതന്ത്രമായ അന്വേഷണം നടത്താൻ കഴിയില്ല. കാരണം സജി ചെറിയാൻ ഭരണത്തിൽ തുടരുന്നിടത്തോളം കാലം ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും മന്ത്രിയെ വിളിച്ച് ശബ്ദ പരിശോധനയ്ക്ക് ആവശ്യപ്പെടുക. ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് മന്ത്രിക്കെതിരെ ഒരു അന്വേഷണം നടത്തി കുറ്റപത്രം കൊടുക്കാൻ സാധിക്കുക? ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് സജി ചെറിയാൻ സ്ഥാനത്ത് നിന്ന് നീക്കണം, അല്ലെങ്കിൽ അദ്ദേഹം രാജിവെക്കണം. രാജിവെച്ചിൽ അദ്ദേഹത്തെ നീക്കണം. അത് ഈ കേസിന്റെ ഏറ്റവും പരമപ്രധാനം ആവശ്യമാണ്. രണ്ട്, സജി ചെറിയാന്റെ ഡിഫൻസ് എന്താണ് ഇതിൽ? അദ്ദേഹത്തിന് ഒരൊറ്റ ഡിഫൻസ് ഇതിൽ എടുക്കാനുള്ളൂ. ആ ഡിഫൻസ് എടുത്താൽ അദ്ദേഹം കേസിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷേ MLA ആയി മന്ത്രിയായും തുടരാൻ കഴിയില്ല. അത് ഞാനൊരു മാനസിക വിഭ്രാന്തി ഉള്ള ഒരാളാണ് എന്ന നിലയിലാണ് പ്രസംഗിച്ചതെന്ന് പറഞ്ഞാൽ മെന്റലി ഇൻസൈൻ അതൊരു ഡിഫൻസ് ആണ്. പക്ഷേ മെന്റലി ഇൻസൈനായ ഒരാളെ MLA എന്ന നിലയിലോ മന്ത്രി എന്ന നിലയിലോ സ്ഥാനത്ത് തുടർത്താൻ പറ്റില്ല. ഒരു ഭ്രാന്തനായ ഒരാളെ മന്ത്രിസ്ഥാനത്ത് ഇരുത്താൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല, പാടില്ല. ഇതാണ് ഈ കേസിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു വിഷയം. കേരള പോലീസ് അന്വേഷിച്ചാൽ ഒരിക്കലും ഈ കേസ് എവിടെയും എത്തില്ല. അതുകൊണ്ട് ഒരു ഔട്ട്സൈഡ് ഏജൻസി, either CBI ഓർ കർണാടക പോലീസ് ഓർ തമിഴ്നാട് പോലീസ്, കാരണം CBI ഒരു ഔട്ട്സൈഡ് ഏജൻസിയാണ്, കർണാടക പോലീസ് ഔട്ട്സൈഡ് ഏജൻസിയാണ്. അങ്ങനെ ഒരു പുറത്തു നിന്നുള്ള ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ ഒരു ഫെയർ ഇൻവെസ്റ്റിഗേഷനും ഒരു ഫെയർ ചാർജ് ഷീറ്റും ഇതിൽ നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശരി, അതായത് CBI അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഹർജിക്കാരനും മുന്നോട്ട് വെച്ചത്. പക്ഷേ കോടതി അംഗീകരിച്ചില്ല. തൽക്കാലം സംസ്ഥാന പോലീസിന്റെ ഏജൻസി തന്നെയായ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്നാണ് അദ്ദേഹം. കോടതി അത്തരത്തിലാണ് ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത്. നമുക്കറിയാം, ഭരണഘടനയെ കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച മന്ത്രി, ഈ മന്ത്രിയെ രാജിവെക്കണമെന്ന ആവശ്യമാണ് അഡ്വക്കേറ്റ് ബൈജു നോയൽ മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ അത് രാജിവെക്കണമെന്നും ഒപ്പം ഈ കേസ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ വിരുദ്ധ ചൂണ്ടിക്കാട്ടണമെന്നും CBI അന്വേഷണം അടക്കം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ CBI അന്വേഷണത്തിലേക്ക് പോകുന്നില്ല. കാര്യങ്ങളെന്തും പ്രധാനമാണ്. ഇവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. മന്ത്രിയും ഈ വിഷയത്തിൽ ആ തീരുമാനം തന്നെ രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം.